നമുക്കിന്ന് പൈനാപ്പിൾ മൊയ്ത്തോ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ മൊജീത്തോ എന്നാണ് ഞാൻ ഇത്ര നാളും പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൊയ്ത്തോ എന്നാണ് ഇത്ര അത് പ്രൊനൗൺസ് ചെയ്യുക. ജെ സൈലൻ്റ് ആയിരിക്കും ഇത്ര, അങ്ങനെയാണ് പറയണത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. നമ്മൾ ഇതിന് മുന്നേ 3 ടൈപ്പ് മൊയ്ത്തോൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുന്നേ. ഓറഞ്ചിൻ്റെയും വാട്ടർമെലൻ്റെയും പിന്നെ ഒരു പ്ലെയിൻ വെർജിൻ മൊയ്ത്തോൻ്റെയും വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ, അത് റിലേറ്റഡ് വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ മൊഹിത്തോ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചിയാ സീഡ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ചിയാ സീഡാണ് കേട്ടത്. ഞാൻ മറ്റേ കസ്കസല്ല, കസ്കസ് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇരിക്കുക ചിയാ സീഡിൻ്റെ പോലെ. കസ്കസ് എന്ന് പറയുന്നത് തുളസിയുടെ വിത്തിനെയാണ് കസ്കസ് എന്ന് പറയുന്നത്. സാധാരണ പുറമേയൊക്കെ നമുക്ക് ജ്യൂസും ഷേക്കൊക്കെ മേടിക്കുമ്പോൾ അതാണ് ഇടാറ്. ചിയാ സീഡ് കുറച്ചും കൂടി നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളതാണ് ചിയാ സീഡ്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അതൊരു 30 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് മൊഹിത്തോ ക്രഷ് ചെയ്യണതാണ് കേട്ടോ. നമ്മൾ അന്ന് മേടിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഇലകളൊക്കെ ഇടിച്ച് നമുക്ക് നീര് പിഴിയാൻ, തുളസിയുടെയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെയൊക്കെ പിഴിയാൻ നല്ല പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്. മരത്തിൻ്റെയാണ്. പിന്നെ അത് അങ്ങനെ തെന്നി പോവൊന്നുമില്ല. ആ ഒരു നല്ല റഫായിട്ടുള്ളൊരു അടിഭാഗം അങ്ങനെയായ കാരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ ഇലയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണ്ട. ജ്യൂസൊക്കെ നന്നായിട്ട് മിൻറ്റിൻ്റെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് വരണം. കുറച്ചധികം മിൻറ്റ് എടുത്തോളാം, അപ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. ഇനി അതവിടെ മാറ്റി വയ്ക്കാൻ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര മുറി ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ജ്യൂസ്, നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് അടിച്ചെടുക്കുക. ജ്യൂസ് അടിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കൊറ്റനെല്ലാം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഈ കസ്കസ് എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റ് കസ്കസും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കൂടാണ്ട് വൈറ്റ് നമ്മൾ കറികളിൽ മസാലയിലൊക്കെ മസാല കൂട്ടിലൊക്കെ നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കും. മസാല കറികൾ തിക്കാക്കാനായിട്ടാണ് വൈറ്റ് കസ്കസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. എൻ്റെ ഓർഗാനിക് പഞ്ചസാര എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഒരു കളർ വ്യത്യാസമുണ്ട് അത് കാരണം. ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജെല്ലി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജെല്ലി ടൈപ്പ് ആയിട്ടുണ്ട് ചിയാ സീഡ് മുഴുവൻ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് കേട്ടോ. അത് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മിൻറ്റ് ലീവ്സ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ജ്യൂസ് ഒഴിക്കുക. ഒരു പകുതിയോളം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കി പകുതി നമ്മൾ സോഡയാണ് കേട്ടോ ഇട്ടേക്കണത്. പിന്നെ ഇത്തിരി നല്ലോണമായിട്ട് തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കുക. മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ മൊഹിത്തോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് നല്ല ദാഹമൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കുടിക്കുക.